നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയ വോട്ട് കൊള്ളയാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച കണക്കുകൾ, ചൂണ്ടിക്കാണിച്ചിട്ടുള്ള തെറ്റുകൾ, പിന്നാലെ കേന്ദ്രമടക്കം ഇടപെട്ടുകൊണ്ട് വലിയ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിടത്തും കള്ളവോട്ടുണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് കേന്ദ്രം നൽകുന്നത് എന്ന് പറഞ്ഞു ഒരു ഭാഗത്ത് കേന്ദ്രവും, മറുവശത്ത് ഇത് തുടരെ ആവർത്തിക്കുന്ന ഒരു വിഷയം തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷവും നിൽക്കുന്നുണ്ട്. എന്തായാലും ഇത്തരം തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ കേരളത്തിലും വോട്ടർ പട്ടിക പരിഷ്കരണം കൊണ്ടുവരാൻ പോകുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടെ പുറത്തുവരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് വെച്ചാൽ SIR ആണ് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ തീരുമാനത്തിലേക്ക് ഏകദേശം എത്തിക്കഴിഞ്ഞു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. കേന്ദ്ര കമ്മീഷൻ അനുമതി വന്നാൽ ഉടൻ തന്നെ അന്തിമ പ്രഖ്യാപനം നടത്തുമെന്നാണ് നിലവിലത്തെ സൂചന. SIR നടപ്പാകും മുൻപ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തതിന് ശേഷമായിരിക്കും തീരുമാനത്തിലേക്ക് പോകുക എന്നും അറിയുന്നു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാകുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു. വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം അടുത്ത മാസം മുതൽ തന്നെ ആരംഭിക്കുമെന്നാണ് സൂചന. സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെന്നാണ് വിവരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ബീഹാറിൽ നടന്ന വോട്ടർ പട്ടിക പരിഷ്കരണം വ്യാപക പ്രതിഷേധത്തിന് വഴിവച്ചിരുന്നു. SIRമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വരെ കേസ് ഇപ്പോൾ നടന്നു വരികയാണ്. അതേസമയം ബീഹാർ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ SIR പ്രഖ്യാപനം ഉണ്ടായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സെപ്റ്റംബറോടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒക്ടോബർ മുതൽ പരിഷ്കരണം ആരംഭിക്കുമെന്നുമാണ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകുന്ന സൂചന. വോട്ടർമാരെ പരിശോധിക്കാൻ ഉപയോഗിക്കാവുന്ന രേഖകളും പട്ടിക തയ്യാറാക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന CEOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൂടെ കടക്കുമ്പോൾ കേരളത്തിൽ ഇനി ബീഹാറിന്റെ ഗതിയാകുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജനങ്ങളിലും രാഷ്ട്രീയ നേതാക്കളിലും പരസ്പരം ഉയരുന്ന ഒന്ന്. ഓഗസ്റ്റ് 1 ബീഹാറിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2024 വോട്ടർ പട്ടികയിൽ പേരുള്ള 65 ലക്ഷം വോട്ടർമാരെയാണ് കാണാതായിരുന്നത്. ബീഹാറിലേതുപോലെ പൊരുത്തക്കേട് കേരളത്തിൽ സംഭവിക്കില്ലെന്ന് കേൽക്കർ പറയുന്നുണ്ട്. എങ്കിൽ പോലും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. ഏകദേശം 80% ആളുകളും നന്നായി മാപ്പ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും 2002-25 ലിസ്റ്റുകളിൽ നിന്ന് ആ പേരുകളാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക എന്നുമാണ് സൂചന. ചിലർ ഇതിൽ മരണപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ സ്ഥലം മാറിയവരായിരിക്കാം. ഡിലിമിറ്റേഷൻ പ്രക്രിയയിൽ അതിർത്തികൾ പുനർനിർണയിക്കുമ്പോൾ ചില വോട്ടർമാർ അതേ മണ്ഡലത്തിലെയോ മറ്റൊരു ബൂത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ബൂത്തിൽ വോട്ട് ചെയ്യുന്ന ആളായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നു. എന്തായാലും ഇത്തരം പൊരുത്തക്കേടുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് ആ പൊരുത്തക്കേടുകളെല്ലാം തിരുത്താനുള്ള ഒരു സാഹചര്യം കൂടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം പറയുന്നത്. 2002 മുതൽ പുതിയതായി വോട്ടർമാരായി ചേർക്കപ്പെട്ടവരൊക്കെയുണ്ട്. അന്ന് 2.24 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഏകദേശം 2.78 കോടിയായിട്ട് വർദ്ധിച്ചു. 54 ലക്ഷം പേരാണ് വർദ്ധിച്ചിരിക്കുന്നത്. നിലവിലുള്ള എല്ലാ വോട്ടർമാരും ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ വോട്ടർമാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് ഉറപ്പാക്കുക. ജൂലൈയിലെ SIR പട്ടികയിലുള്ള ECI ഏറ്റവും പുതിയ വോട്ടർ പട്ടിക പ്രകാരം ഏകദേശം 2.78 കോടി വോട്ടർമാർക്കും SIR എണ്ണൽ ഫോമുകൾ വിതരണം ചെയ്യുമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. SIRന് ശേഷം തയ്യാറാക്കുന്ന ഡ്രാഫ്റ്റ് റോളിൽ ഏതെങ്കിലും വോട്ടർ ഇല്ല എങ്കിൽ CO അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി നൽകുമെന്നും ഉറപ്പ് നൽകുന്നു. യോഗ്യതയുള്ള ഒരു വോട്ടറും ഇത് വോട്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നതെന്നാണ് ഖേൽക്കറുടെ വാഗ്ദാനം. എന്തായാലും ഇത്തരത്തിൽ കേരളത്തിലും ഈ പറയുന്നത് പോലുള്ള ശക്തമായിട്ടുള്ള പരിശോധനകൾ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നടത്താൻ പോകുന്നു എന്നുള്ള തീരുമാനങ്ങളാണ് പുറത്തുവരുന്നത്. ഒരു വശത്ത് വലിയ ഇരട്ട വോട്ടുകളടക്കം സ്ഥിരീകരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ഇനി അത്തരത്തിൽ ഒരു സാഹചര്യം ഒരുക്കില്ല. തീർച്ചയായിട്ടും ഈ വോട്ട് കൊള്ള അവസാനിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്
തന്നെയാണ് പ്രതിപക്ഷം ശബ്ദമുയർത്തുന്നത്. മറുവശത്ത് കേന്ദ്രവും അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നു എന്ന് കാണിച്ചുകൊണ്ടുള്ള നടപടികൾ എന്തായാലും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിന്റെ തീരുമാനങ്ങൾ, നടപടികൾ എന്താണ് എന്നത് വൈകാതെ തന്നെ പുറത്തുവരും.